ഹലോ ഫ്രണ്ട്സ്, ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇടിയപ്പം റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ലുക്കിലും അതേ സോഫ്റ്റ്നെസ്സിലും അതേ ടേസ്റ്റിലും വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇത് രാവിലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു പാനിലോട്ട് 3 കപ്പ് പ്ലസ് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എപ്പോഴും മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെള്ളത്തിന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വലിയ തിള വരുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് 2 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് 2 കപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ വലിയ തിള കണ്ട ഉടനെ തന്നെ വേണം ഇത് ചേർക്കാനായിട്ട്. അല്ലാണ്ട് ഒരുപാട് സമയത്ത് അത് തിളപ്പിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും നനവ് വരുന്ന രീതിയിൽ 12 സെക്കൻഡോളം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന് മൂടി വയ്ക്കാം. അപ്പോൾ മാക്സിമം പറ്റാവുന്ന അത്രയും ചൂടിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. എന്നാലും കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് തണുത്ത് പോരുത്. ഓക്കെ, 4 മിനിറ്റ് ഞാനൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ കൈ പൊള്ളാണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പൊള്ളുന്ന ചൂടിൽ നിങ്ങൾ കുഴച്ചെടുക്കുമ്പോഴായിരിക്കും ഏറ്റവും സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതുപോലെ തിളപ്പിച്ചിട്ട് അതിലോട്ട് പൊടിയിട്ട് കഴിയുമ്പം വെള്ളത്തിൻ്റെ അളവിന് എന്തെങ്കിലും പ്രോബ്ലം വരുമെന്ന്. നിങ്ങൾ ഒട്ടുപോലും ടെൻഷൻ അടിക്കേണ്ട, ഒരിക്കലും പ്രോബ്ലം വരില്ല. പ്രോബ്ലം വരുവാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇടിയപ്പം പിഴിയണ സമയത്ത് വളരെ എളുപ്പത്തിൽ പിഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ, അതായത് ഭയങ്കര മുറുക്കം തോന്നുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ വെള്ളം കുറവുണ്ടെന്നാണ്. ഓരോ ബ്രാൻഡ് അരിപ്പൊടിക്ക് ചെറിയ രീതിയിൽ വെള്ളത്തിന് കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും ഏത് ബ്രാൻഡ് എടുക്കുവാണെങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 + 1 ടീസ്പൂൺ വെള്ളം മസ്റ്റായിട്ട് എടുക്കണം. അത് ഇട്ടിട്ട് പോലും നിങ്ങൾക്ക് ഭയങ്കര മുറുക്കം തോന്നുവാണെങ്കിൽ സൈഡിൽ കുറച്ച് തിളച്ച വെള്ളം മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ മാവിലോട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ട് പിഴിയുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഈ എക്സ്ട്രാ നമ്മൾ എത്ര വെള്ളമാണ് ഒഴിച്ചത് അത്രയും വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അതിലോട്ട് പൊടി ചേർത്ത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു കുഴപ്പവും വരില്ല. വളരെ സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ വേണമെങ്കിലും ഇത് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്തിട്ട് ഇതിലോട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒരു പരന്നൊരു ഷേപ്പിലല്ലേ, അതുകൊണ്ട് ഞാൻ വാഴയിലാണ് ഞാൻ ഇപ്രാവശ്യം പിഴിഞ്ഞെടുക്കുന്നത്. വാഴയിലും കുറച്ച് വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇടിയപ്പം പിഴിഞ്ഞെടുക്കാനുള്ള സേവനാഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ചില്ല് വളരെ ചെറിയ ഹോൾസാണ്. ചെറിയ ഹോൾസുള്ള ചില്ല് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനേലും ചെറിയ ഹോൾസുള്ള ചില്ല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ള സേവനാഴി വാങ്ങിക്കുവാണെങ്കിൽ ഏറ്റവും നേരിയതായിട്ട് നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പം നല്ല നേരിയ ഇടിയപ്പം ആണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും, കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. വാഴയില ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പരത്തി നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന അതേ ഷേപ്പിൽ തന്നെ ഇടിയപ്പം വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വാഴയിലയിലും കൂടി ആയതുകൊണ്ട് തന്നെ അത് പ്രത്യേക സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഡലി ചെമ്പിൽ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ഇടിയപ്പം പിഴിഞ്ഞത് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ഒരെണ്ണം വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 10 സെക്കൻഡ് സ്റ്റീം ചെയ്യണം. ആ 10 സെക്കൻഡിന് ശേഷം വേണം അടുത്ത ഇടിയപ്പം ഇറക്കി വെക്കാൻ. വീണ്ടും ഒരു 10 സെക്കൻഡ് സ്റ്റീം ചെയ്തിട്ട് വേണം മൂന്നാമത്തതും വെക്കാൻ. അപ്പോൾ ഒരു തട്ടിൽ 3 എണ്ണം വരെ വെക്കാം. പക്ഷേ വെക്കുമ്പോൾ 10 സെക്കൻഡ് സ്റ്റീം കൊടുത്തിട്ട് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ചിലപ്പോൾ താഴത്തതിങ്ങി അമങ്ങി പോകാൻ സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പോലും എടുക്കില്ല കേട്ടോ. അതിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് റെഡി ആയിട്ടുള്ളതെന്ന്. നമുക്കിതിനെ ഒരു കാസറോളിലോട്ട് മാറ്റി വയ്ക്കാം. കാസറോളിലോട്ട് നമുക്കിതുപോലെ മൂടി വെക്കണം. ഇത് വൈകുന്നേരം ആയാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ്സിന് ഒരു കുറവ് വരില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ഭംഗിയും എത്ര സോഫ്റ്റും ആണെന്ന്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.